നമുക്കിനി അമേരിക്കയിലെ ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക്. ഇന്നിപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് സമാപിച്ചു. വളരെ ആവേശകരമായ 40 ദിവസങ്ങളാണ് കടന്നുപോയത്. അവിടുത്തെ മലയാളികളായ സ്പെയിൻ ആരാധകരും വലിയ ആഘോഷത്തിലാണ്. അതേസമയം അർജന്റീൻ ആരാധകർ കടുത്ത നിരാശയിലുമാണ്. 40 ദിവസം നീണ്ടുനിന്ന അമേരിക്കയിലെ ആഘോഷങ്ങൾക്കും സമാപനമായി ഗംഭീരമായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു എന്നതിൽ അഭിമാനിക്കാം അമേരിക്കയ്ക്ക്, US-ന്. പ്രതാപ് ജയലക്ഷ്മി അവിടെ ഈ ദിവസങ്ങളായി തുടരുന്നുണ്ട്. പ്രതാപ് ജയലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വളരെ വാശിയേറിയ ഒരു മത്സരത്തിന് ശേഷമുള്ള സംസാരമാണിത്. രഞ്ജിത്തിന് അറിയാമല്ലോ, മലയാളികളും ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർക്കും ഇത് ഏറെ വിഷമമുള്ള കാര്യമാണ്. അവസാന നിമിഷം വരെ ശക്തമായി നിലകൊള്ളുന്ന എല്ലാ കളികളിലും ഒരിക്കലും വികാരത്തിന് അടിമപ്പെടാതെ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരുന്ന മെസ്സിയെയും അർജന്റീനയെയും അല്ല ഈ കളിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ മെസ്സി കണ്ണീരിറക്കാൻ പാടുപെടുന്ന നമ്മൾ കണ്ടു. ഇപ്പോൾ സ്കലോണി കരഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം പൂർത്തിയാക്കാതെ പോകുന്നത് നമ്മൾ കണ്ടു. എന്നാൽ സ്പെയിനിൻ്റെ ആരാധകർ അടിച്ചു പൊളിക്കുകയായിരുന്നു. മലയാളികളുടെ അർജന്റീനക്കാരായ മലയാളി ആരാധകരെയും സ്പെയിനിൻ്റെ ആരാധകരെയൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിന് മുമ്പിൽ കണ്ടിരുന്നു. നമ്മൾ ന്യൂസ് 8 അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നെന്നാൽ കളി തുടങ്ങിയതിന് ശേഷം എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മലയാളികളെ ആരാധകർക്ക് സ്റ്റേഡിയത്തിൽ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഈ ടിക്കറ്റിൻ്റെ ഒരു റേറ്റ് അറിയാലോ, ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന് ഏകദേശം 50 ലക്ഷത്തിന് മുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്റ്റേഡിയത്തിൽ എത്താൻ കഴിഞ്ഞില്ല. സ്റ്റേഡിയം പൂർണ്ണതോതിൽ ഫുള്ളായിരുന്നെങ്കിലും മലയാളികൾക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പം മലയാളികൾ ഒത്തൊരുമിച്ച് കൂട്ടായ്മയോടുകൂടി പല സ്ഥലങ്ങളിൽ കാണുമായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, മലയാളി കൂട്ടായ്മ ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ കൂടിയ എൻ്റെ ചിത്രങ്ങളും ആ വിഷ്വലുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ അവർ സ്പെയിനിന് വേണ്ടി ആഘോഷിക്കുകയായിരുന്നു, അർജന്റീനയ്ക്ക് വേണ്ടി ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ അർജന്റീന തോറ്റതോടുകൂടി അർജന്റീനിയൻ ഫാൻസ്, കേരളത്തിലെന്ന പോലെ തന്നെ ലോകമെമ്പാടുമുള്ള അർജന്റീനിയൻ ഫാൻസ് വളരെ വളരെ നിരാശയിലാണ്. സ്വാഭാവികമായും ഫുട്ബോളിൻ്റെ വിജയമാണത്. നന്നായി കളിച്ചത് സ്പെയിനാണ്. സ്പെയിനിന് വിജയം നേടാൻ കഴിയുകയും ചെയ്തു. അടുത്ത കളി ഇനി പോർച്ചുഗലിലും മൊറോക്കോയിലും സ്പെയിനിലുമായി നടക്കുന്ന അടുത്ത 4 വർഷം കഴിഞ്ഞുള്ള കളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പുതിയ താരങ്ങൾ വരും, പഴയ താരങ്ങൾ വിസ്മരിക്കപ്പെടുന്നില്ല, മറിച്ച് അവർ ചരിത്രമായി നിലകൊള്ളും. ന്യൂയോർക്കിൽ നിന്ന് ന്യൂസ് 18 കേരളത്തിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.